നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം, എന്നെ നിരന്തരം വേട്ടയാടുകയാണ്. കുലംകുത്തികൾ ഉള്ള നാട് ഇവിടെയാണ്. പലയിടത്തുമുണ്ട്. 2 അനാഥപ്രേതങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു നല്ല പേരാണ്, പ്രേമിക്കാൻ കൊള്ളാവുന്നത്. ഒരു രാജാവ്. ഈ പ്രേമനും രാജനും ആരായാലും ഇങ്ങനെയുള്ള 2 അനാഥപ്രേതങ്ങൾ നിങ്ങൾ ഒരുപാട് കൊല്ലം ചുമന്നല്ലോ. അവരവസാനം നന്നാകുമെന്ന് വിചാരിച്ച് ഞാനും കൊണ്ടുനടന്ന് കുറച്ച് നാൾ. ഇവരൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്തു പിന്നെ പറ. എന്നെ ഒരുപാട് വേട്ടയാടിയല്ലോ. ഇപ്പോഴും കഴിഞ്ഞ ദിവസം തന്നെ ഇരുന്നില്ലേ മുസ്ലിങ്ങളുടെ മുസ്ലിം ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്തത് അതുപോലെ ഇരുന്ന് വായിക്കരുത്. എന്നെ മുസ്ലിം വിരോധിയാക്കി മാറ്റാൻ, അവരുടെ ഗുഡ്വില്ല് കയറാൻ. ഇവരിരുന്ന കാലത്ത് ഒരു കല്ലിൻ്റെ പുറത്ത് ഒരു കല്ലിട്ട് എന്ത് ചെയ്യാനത്ത്? ഈ യൂണിയൻ ഓഫീസ് എന്നുണ്ടായി? ഇതെന്നുണ്ടായി? ഇവരൊക്കെ ഒരുപാട് നാൾ ഭരിച്ചതല്ലേ, എന്നെ ഒരുപാട് നാൾ വിമർശിച്ചതല്ലേ. അന്ന് നിങ്ങളും ഞാനും എല്ലാം ഉണ്ടായിരുന്നല്ലോ. ഞാൻ വന്ന കാലത്ത് പോലും ഈ ഓഫീസ് ഉണ്ടാകാതിരിക്കാൻ ഒരു കാരണവശാലും ഞാനിരിക്കുന്ന കാലത്ത് ഉണ്ടാകരുതെന്ന് നിർബന്ധമുള്ള ആ വഴിപ്രേതങ്ങളാണ് ഇന്നും കഴിഞ്ഞ ദിവസവും സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത്. പറയാൻ കാരണമുണ്ട്. രാമകൃഷ്ണൻ, കുപ്പിരാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ 60ാമത് ഷഷ്ഠപൂർത്തി യോഗം കൂടുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതിൽ വന്നാൽ ഞാൻ ഈ കെട്ടിടം പണിയാൻ 15 ലക്ഷമാണ് എൻ്റെ ഓർമ്മ, 10 ലക്ഷം രൂപ തരാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നേക്കെന്നോട്. ആ 10 ലക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഓഫീസ് പണിയാൻ ആയിട്ട് കിട്ടുന്നത് വലിയൊരു കാര്യമാണല്ലോ എന്ന് കണക്കാക്കിയാണ്. പക്ഷെ ഞാൻ ആ ഫംഗ്ഷൻ വന്നതിന് ഇവർ 2 പേര് ഇടംകൊല നിന്നു, വരരുതെന്ന് പറഞ്ഞു. അവസാനം ഞാൻ വരുമ്പോൾ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് അവരും കൂടെ വരേണ്ടതല്ലേ എൻ്റെ കൂടെ. അത് ഒഴിവാകാൻ ഞാൻ ഫോൺ ചെയ്തിട്ട് പോലും ഈ ഫോൺ ഓഫാക്കി വെച്ചിറങ്ങി അവർ 2 പേരും. അവർ 2 പേരില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി. അദ്ദേഹത്തിൻ്റെ സന്മനസ്സല്ലേ ആദ്യത്തെ 10 ലക്ഷം.